പൊന്നടാവേ പൊന്നി ഇന്ന് അടിപൊളി ഒരു ഞായറാഴ്ച ആയിട്ട് നിലത്ത് ഇരിക്കണ്ടായിരുന്ന സമയം ഉണ്ടായില്ല കേട്ടോ. ചേച്ചി രാവിലെ മുതൽ പണിയായിരുന്നു കേട്ടോ. ആ മോൻ നോക്കി എന്ത് ചെയ്യണം. അങ്ങനെ ഞാൻ സ്നേഹനിധിയായ ഒരു അനീതി ആയതുകൊണ്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിച്ച് കൊടുത്തത്. ആ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. പപ്പയുടെ പണിസാധനത്തിൻ്റെ അകത്ത് കണ്ടകടി ആക്രികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് കുപ്പി അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ളതെല്ലാം കഴുകി പെറുക്കി ഉണക്കി വെക്കേണ്ട കേട്ടോ ചേച്ചി. അങ്ങനെ ഓരോരോ വേസ്റ്റുകളെല്ലാം മാറ്റി മാറ്റി തിരിഞ്ഞിടുവാണ് കേട്ടോ. ചേച്ചി ഇന്ന് രാവിലെ മുതൽ ഭയങ്കര പണിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ആൾ ഭയങ്കര പണി കേട്ടോ. അപ്പോൾ ആ സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, അതെൻ്റെ അനിയനാണ് കേട്ടോ. സാധാരണ പണിയിൽ നിന്ന് എഴുതി വെക്കണ കാണുമ്പോൾ അവൻ മുങ്ങാറാ പതിവ്. ഇന്ന് ആൾക്ക് മുങ്ങാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും കള്ളപ്പണിക്ക് ഒരു കുറവുമില്ല. പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് ആ ചൂല് ഇങ്ങനെ മിറ്റടിക്കണം. ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ആളൊരു സ്റ്റൈലിന് ഒരു നോട്ടം നോക്കും. എൻ്റെ പൊന്നടാവേ എന്താ ആറ്റിറ്റ്യൂഡ് അല്ലേ. കുറച്ച് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മടുത്തു എന്ന് പറഞ്ഞ് കയറിപ്പോയിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. അവൻ മുടുക്കനാണ്. ഇതേ ചേച്ചി വീണ്ടും പണിയെടുക്കുകയാണ് കേട്ടോ. പാവൻ്റെ ചേച്ചി ഭയങ്കര പണിയാണ് കേട്ടോ ആൾ. അതിൻ്റെ ഇടയിൽ ഇതേ പൂച്ചക്കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. ചെരുപ്പ് ഒരു സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ ചെരുപ്പ്. അങ്ങനത്തെ ഈ ബദാംകാൻ്റെ ചോട്ടിൽ നിന്ന് എനിക്കൊരു നല്ലൊരു ബദാംക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കേടാവല്ലേ എന്നൊരു പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ പൊട്ടിക്കാൻ നോക്കണത്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശംഖുപുഷ്പം ഒത്തിരി ഗുണങ്ങളുള്ളൊരു സംഭവമാണ് കേട്ടോ. എല്ലാവരും കിട്ടുകയാണെങ്കിൽ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഒത്തിരി ശരീരത്തിന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുടിക്കാറുണ്ട്, ഞങ്ങളെല്ലാവരും തന്നെ തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് ആ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ തല്ലി പൊട്ടിച്ച് എങ്ങനെയെങ്കിലും തിന്നണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അതിന് വേണ്ടി ഒരു ചെറിയ കല്ലെടുത്ത് അതിൻ്റെ പൊക്കത്ത് ഇടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഇടിച്ച് പൊട്ടിച്ച് പരിപ്പെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചങ്ക് തകർന്നു പോയി. അത് കഴിക്കാൻ കൊള്ളൂലായിരുന്നു കേട്ടോ. കാരണം അതത്ര കേടാണ്. അത് കഴിച്ചു കഴിഞ്ഞാലും കയ്പ്പായിരിക്കും കേട്ടോ. ആ സങ്കടത്തിൽ ഞാനത് എനിക്കോ ഉപകാരപ്പെട്ടില്ല, എന്നാൽ കോഴിക്കുഞ്ഞിനെങ്കിലും കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കോഴിക്കുഞ്ഞിന് കിട്ടേണ്ട താമസം അവളത് വയറ്റിലാക്കി കേട്ടോ. അങ്ങനെ അത് കഴിച്ചാൽ എനർജിയാണെന്ന് തോന്നുന്നു. പട്ടിക്കുട്ടൻ്റെ അടുത്ത് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അവൾ. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പൂവനാശാനും ടീമെല്ലാം പൊക്കത്ത് നിന്ന് ഈ അടി കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്താ കഥ പറ. അങ്ങനെ നമ്മുടെ പട്ടിക്കുഞ്ഞിനെ ചേച്ചി കൂട്ടിലാക്കി കേട്ടോ. കുറച്ച് നേരത്തേക്ക് അവനെ ഒന്ന് അഴിച്ച് കെട്ടിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് അവനെ ഇറക്കി വെക്ക് വിടും. പക്ഷേ കോഴീനെ അവൻ വയറ്റിലാക്കും കേട്ടോ. ഇത് നോക്കിക്കാൻ നിങ്ങൾ കപ്പേൻ്റെ ഇല കൊണ്ട് നേരത്തേക്ക് ഇങ്ങനെ മാലയൊക്കെ കെട്ടുമായിരുന്നു കേട്ടോ. കഞ്ഞിയും കറിയും കളിക്കാൻ നേരത്തെ നമുക്ക് ജ്വല്ലറിയിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതായിരുന്നു കേട്ടോ നമ്മുടെ പണ്ടത്തെ ജ്വല്ലറി. അങ്ങനത്തെ നെക്സ്റ്റുമൊക്കെ ചേച്ചീനെയും കാണിച്ചു കൊടുത്തു കേട്ടോ. ചേച്ചിയുടെ ഇത് നോക്കിക്കുക. ചേച്ചി പറയും നല്ലതാണ്. ഞാൻ പിന്നെ എന്ത് പോഴത്താനും ചെയ്താലേ എൻ്റെ ചേച്ചി നല്ലതാണെന്നാട്ടോ പറയുള്ളൂ. അതാണ് എൻ്റെ ചേച്ചി. അപ്പോൾ ആളിതേ നോക്കിക്കേ എന്നെക്കാളും വൈവാണ്. അതിട്ട് നോക്കുവാണ്. പണ്ടാണെങ്കിൽ വലിയവധി കിട്ടാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ. അപ്പോൾ ഈ കപ്പേൻ്റെ ഇല വെച്ച് ഇങ്ങനെ മാലയെല്ലാം കോർത്ത് കഞ്ഞിയും കറിയെല്ലാം കളിക്കാറുണ്ട് കേട്ടോ. കാരണം മാലയാ, വലിയ മാലയാ, അങ്ങനെ കപ്പേൻ്റെ ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ്. അങ്ങനെ നിങ്ങളോർക്കും ഞാൻ ഒരു പണിയും ചെയ്തില്ലാന്ന്. പക്ഷേ ഇന്ന് അടുക്കളയിൽ ഡ്യൂട്ടി ഞാനായിരുന്നു കേട്ടോ. ഒരു തോരൻ കറി വെച്ചു, പിന്നെ ചോറ് വെച്ചു, ചേച്ചിക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് നല്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ.